എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എന്തൊരു വീഡിയോ ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്താ പറയുക, മുറ്റത്തൊക്കെ നിറയെ പുല്ലാണ്, അപ്പോൾ അതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഞാൻ പുല്ല് പറിക്കുന്നുണ്ടാവും. കാരണം മഴ പെയ്യുമ്പോഴേക്കും പുല്ല് മുളയ്ക്കും. പിന്നെ എന്താ പറയുക, വീട്ടിൽ പോയി നിന്നതിന് ശേഷം മിറ്റൊന്നും അടിക്കുന്നില്ലല്ലോ. മിറ്റടിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പുല്ല് മുളയ്ക്കുന്നതെന്ന് എല്ലാവരും പറയും. ഇത്ര അധികം മുറ്റത്ത് പുല്ല് പറഞ്ഞാൽ ഭയങ്കര പുല്ലാണ്. പക്ഷെ അത് സത്യമായപ്പോൾ ആയിരിക്കാം, അറിയില്ല അതാണോ എന്ന്. എല്ലാ ദിവസമൊന്നും ഞാൻ മിറ്റടിക്കാറില്ല, കാരണം കരടുണ്ടെങ്കിൽ മാത്രം മിറ്റടിക്കാറുള്ളൂ, അങ്ങനെയാണ്. അപ്പം വർഷത്തിൽ 4 വർഷമെങ്കിലും മിറ്റടിച്ചാലും അടിച്ചില്ലെങ്കിലും പുല്ല് പറിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ അമ്മായിമ്മേനെ പേടിച്ചിട്ട് എന്നും മുറ്റടിക്കാനാണെങ്കിൽ എനിക്ക് അമ്മായിമ്മ ഇല്ല. അമ്മാനച്ഛൻ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് മുറ്റടിക്കാനാണെങ്കിൽ എനിക്ക് അമ്മാനച്ഛനുമില്ല. ഭർത്താവ് ചീത്ത പറയുമെന്ന് വിചാരിച്ച് മുറ്റടിക്കാനാണെങ്കിൽ ഭർത്താവിന് അടിച്ചാലും അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഒക്കെ ചിലപ്പോൾ ആയിരിക്കാം എല്ലാ ദിവസവും മുറ്റടിക്കാത്തത്, അറിയില്ല. ഇതിപ്പോൾ എല്ലാ ദിവസവും മുറ്റടിക്കാത്തൊരു തെറ്റാണ് എന്ന് പറയുമെന്നറിയില്ല. ഞാൻ കരടുണ്ടെങ്കിൽ മാത്രമേ അടിക്കാറുള്ളൂ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പുല്ലായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ടും കാണാം. ഓക്കെ, ഞാൻ കുറച്ച് പറിച്ച് തുടങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്കതൊരു വീഡിയോ ആക്കാൻ. കണ്ട അത്രയ്ക്ക് പുല്ലാണ് മുളച്ച് നിൽക്കുന്നത്. ഇത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ടാസ്ക്. തുടങ്ങിയത് ഫ്രണ്ടിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുല്ല് പറിക്കലും വീഡിയോ എടുക്കലും ഒരുമിച്ച് അടക്കില്ല. അപ്പോൾ കുറേശ്ശെ പറിക്കാം, കുറേശ്ശെ എടുക്കാം. അപ്പോൾ ഇത് കാരണമുള്ള ഗുണം എന്താണെന്നറിയോ, പുല്ല് വേഗം പോരുന്നുണ്ട് കേട്ടോ. പോരാത്തതൊക്കെ ഞാൻ കക്കോട്ട് വെച്ചിട്ട് കളച്ചെടുക്കും. അതാണ് എൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ ഞാൻ പറിക്കട്ടെ. ഫോണും പിടിച്ചുകൊണ്ടിരുന്നാൽ നല്ല സ്പീഡിൽ പുല്ല് പറ നടക്കില്ല. ഫ്രണ്ടിലെ കുറച്ച് ഭാഗം ചെത്തി. നിർത്തണോ വേണ്ടയോ, കുറച്ചും കൂടി ചെയ്യണോ എന്ന് ആലോചിക്കണേ. ലക്ഷ്മിയാണ് എൻ്റെ വീഡിയോഗ്രാഫർ അല്ലേ. ഈ ഒരു കഷ്ണം ക്ലീനാക്കി, ഇനി പുറം ഭാഗം ഉള്ളിൽ ക്ലീനാക്കുള്ളൂ. ഇനി ഇവിടെ ഒന്നും ക്ലീനാക്കിയിട്ടില്ല. പിന്നെ ഈ ഒരു കഷ്ണം അപ്പോഴേക്കും തന്നെ എനിക്ക് വയ്യ. ഇനി നാളെ ഒറ്റയടിക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, ഇപ്പോൾ വയ്യ. അപ്പം ഇനി ഒക്കെ എടുത്ത് അവസാനം എല്ലാം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുള്ളൂ. ഓക്കെ, അയ്യ ഇന്ന് ഇത്രയും മതി. അപ്പോൾ ബാക്കി നാളെ ചെയ്യാം. അതെല്ലാം കുറച്ച് നേരം കഴിയുമ്പോൾ ഉഷാറ് വരികയാണെങ്കിൽ അപ്പോൾ വീട്ടിൽ ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ട് ഒക്കെ കൂടിയിട്ട് ലോങ് വീഡിയോ ആയിട്ടിടാം. ഓക്കെ, ഇന്നലെ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുക പറഞ്ഞിട്ട് അവസാനിപ്പിച്ചൊന്നുമില്ല. കുറച്ചും കൂടിയും പറിച്ചു. ഇത് വരെ ഞാൻ പറിച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറിക്കണം. അത് ഞാൻ ഇന്നലത്തെ കഴിഞ്ഞത് ഇന്നാട്ടോ എടുക്കണേ. അപ്പോൾ ഇത്രയും ഭാഗം ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് നിർത്തിയത്. ചപ്പലൊക്കെ അടിച്ചറിയണം. എല്ലാ ദിവസവും മാവിൻ്റെ ഇല വീഴും, കാരണം ഇപ്പോൾ മാവിൻ്റെ ഇല കൊഴിയണ സമയമാണ് തോന്നണം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അവിടെയൊക്കെ മാവ് തന്നെയാണ്, അങ്ങോട്ട് പോകണം. അതുപോലെ മറ്റേ സൈഡും ബാക്കും. അപ്പോൾ ഇതാ ഞാൻ മൊത്തം ക്ലീനാക്കി എടുത്തു. ഫ്രണ്ടിലത്തെ അത്ര ക്ലീൻ ഞാൻ ബാക്കിലൊന്നും അത്രയ്ക്ക് ആക്കിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് വയ്യാണ്ടായി. പിന്നെ ഈ ഭാഗം പറിക്കുന്നതിന് മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഞാനത് മറന്നു. എന്നാൽ ഇവിടെയൊക്കെ ഞാൻ ക്ലീനാക്കി. ഇത്രയ്ക്കല്ലേ എന്നെ കൊണ്ട് പറ്റൂ. ഇതൊക്കെ പറിക്കുന്നതിന് മുന്നേ ഫ്രണ്ടിലത്തേക്കാണ് ഡബിൾ മൊന്തിടന്നു കേട്ടോ. കാരണം അത്രയ്ക്കുണ്ടായിരുന്നു. അതിപ്പോൾ ക്ലീനാക്കിയപ്പോൾ നമുക്ക് അത്ര തോന്നാത്തത്. ബാക്കിൽ ഞാൻ അത്ര പെർഫെക്ഷൻ ആക്കിയില്ല എന്ന് പറഞ്ഞില്ല. എന്തായാലും 1 മാസം കഴിഞ്ഞാൽ വീണ്ടും പറിക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വയ്യാണ്ടായി. പിന്നെ ഇവിടുത്തെ പറിച്ചാലും പോരുന്നില്ല, ചെത്തിയാലും പോരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ബുദ്ധിക്ക് ടാർപ്പായിട്ട് പിന്നെ കുറച്ച് ഇവിടെയൊക്കെ ഇത്ര ക്ലീൻ കുറവ്, അവിടേക്ക് എൻ്റെ മോനാ ക്ലീനാക്കിയത്. അവനെ കൊണ്ട് പറ്റണ പോലെ അവൻ സഹായിച്ച്. പിന്നെ ഇവിടെയൊക്കെ അപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. ഒരു ഇതൊക്കെ ക്ലീനാക്കിയില്ലേ, പട്ടൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് അവിടെയും പറ്റുന്ന പോലെയൊക്കെ ക്ലീനാക്കി. ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ വീണ്ടും ക്ലീനാക്കണ്ടേ. അപ്പോൾ അത്രയൊക്കെ മതിന് അങ്ങോട്ട് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ പുല്ലുപറ കഴിഞ്ഞു. പുല്ലുപറ കഴിഞ്ഞു, അവസാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാണ്ടായി. രാവിലെ 10 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2:15 ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് പറിച്ചുകൊണ്ട് കയറുന്നു.
തീർക്കണം, ഇന്ന് തന്നെ തീർക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു. അപ്പോൾ അത് തീർത്തു. ഇനി ഗേറ്റിൻ്റെ പുറത്ത് 2 സൈഡും കുറച്ചുണ്ട്, അത് വേണമെങ്കിൽ വൈകുന്നേരത്ത് പറിക്കാം, അല്ലെങ്കിൽ നാളെ ചെത്തിയാൽ മതി, കുഴപ്പമില്ല. നല്ല വിശക്കുന്നുണ്ട്, നല്ല പോയിട്ട് ഭക്ഷണം കഴിക്കണം. നഖമൊക്കെ പൊട്ടിപ്പോയി, നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ചളിയായി. ഇനി അതൊക്കെ ക്ലീൻ ചെയ്ത് കൈയും കാലൊക്കെ കഴുകിയതിന് ശേഷം വേണം ഫുഡ് കഴിക്കാൻ, എന്നിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. പുല്ലുപറയാണ്. ഇനി നാളെ തൊട്ട് ഉള്ളിൽ ക്ലീനിങ്, ഉള്ളിൽ കുറച്ച് ചെയ്യണം വെച്ചു. വീട്ടിൽ പോയി നിന്ന് വന്നപ്പോൾ ആകെ പൊടിയും ഇതൊക്കെ ആയി. പിന്നെ കണ്ണി കണ്ട വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് കളയണം, അല്ലെങ്കിൽ റാക്കിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കണം. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ ബൈ, സീ യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും താങ്ക് യു, ബൈ.